ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നിപ്പോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നല്ലൊരു ചിക്കൻ ബിരിയാണിന്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതുപോലെ ഹോൾ റൂമിലേക്ക് ഒരു ചെടി സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പൊ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതും ക്ലീനിങ്ങും അതുപോലെ പുറത്തു പോയ വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു തുടങ്ങുന്നത് രാവിലെ ഏകദേശം ഒരു 11:30 ആവുമ്പോഴാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിന് വേണ്ട അരിയൊക്കെ ഒന്ന് എടുത്തുങ്ങായിട്ട് കഴുകിയിട്ട് കുറച്ചു നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഓയിൽ ചൂടായി വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളി നന്നായിട്ട് വാടി വന്നതിന്റെ ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. ചിക്കൻ ഇപ്പോൾ ഒരു പിങ്ക് കളറാണല്ലോ, അപ്പൊ അതൊന്ന് മാറിയിട്ട് ഒരു വൈറ്റ് കളർ ആവണം കേട്ടോ. അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഒരു 2-3 ഉള്ളി നല്ല നേർമേൽ കട്ട് ചെയ്തിട്ട് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓയിലിന്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. നല്ലോണം കരിഞ്ഞു പോകരുത് കേട്ടോ. ഇത് നല്ല തിന്നായിട്ട് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഞാൻ അരി വെള്ളത്തിലിട്ട് കഴുകി ഊറ്റി വെച്ചിട്ട് കുറച്ചു നേരം ആയിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ച്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നമ്മൾ ഉള്ളി ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു വെള്ളത്തിൽ തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അരി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2-3 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ ഞാൻ ചെറിയ തീയിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് തക്കാളി, ആവശ്യത്തിന് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്. കുറച്ചുള്ളി മാറ്റി വെക്കുന്നുണ്ട്. ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു ചെറുനാരങ്ങന്റെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. അതിന്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മളെ ബിരിയാണിക്ക് മെയിൻ ആയിട്ട് ചേർക്കേണ്ട ഗരം മസാലയും കൂടെയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പൊ ഈ ഗരം മസാല ഒക്കെ കുറച്ച് ചേർത്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ അതും കൂടെ ചേർക്കാലോ. നിങ്ങൾ റൈസ് ഈ ഒരു ടൈമിൽ റെഡിയാക്കിയാൽ മതി കേട്ടോ. ഞാൻ അരി വെള്ളത്തിലിട്ടിട്ട് കുറച്ചു നേരം ആയതുകൊണ്ടാണ് നേരത്തെ തന്നെ ഉണ്ടാക്കിയത്. അപ്പൊ മസാല നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ദമ്മിടൽ പരിപാടിയാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഈ ഒരു ദമ്മിടൽ പരിപാടിയിലാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കണേക്കാളും കൂടുതൽ പണിയാണ് പാത്രം കഴുകല്. അത് ഒരുപാട് ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ അധികം ആവണ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കാൻ നോക്കലുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് എന്തോ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിട്ടോ കഴുകാന്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അവിടെ ഒന്ന് തുടച്ചെടുത്തതിന്റെ ശേഷമാണ് കേട്ടോ പപ്പടം ഉണ്ടാക്കിയില്ല എന്ന് ഓർമ്മ വന്നത്. പിന്നെ പപ്പടം പൊരിച്ചെടുക്കാണ്. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിനി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല വെച്ചാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണല്ലോ. ബിരിയാണിയിൽ നമ്മൾ എപ്പോഴും ഗരം മസാല കുറച്ചിടാനേ പാടുള്ളൂ കേട്ടോ. ഇനി ഹോൾ റൂമിൽ കുറച്ച് പണിയുണ്ട്. ഈ ഒരു ചെടിക്ക് പ്ലാന്റ് പോട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയിട്ടോ. അവസാനം വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വലുതാണ് കേട്ടോ. നമ്മൾ വലുത് തന്നെയാണ് തെരഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നതും. അപ്പൊ ഇത് വലുതായതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് മരക്കഷ്ണങ്ങളും പിന്നെ തെർമോക്കോളും ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ചെടി വെച്ചു കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ചെടി അവിടെ നിൽക്കൂല, അങ്ങനെ ഇളകി കളിക്കല്ലോ. ഈ ചെടി ഈ ഒരു പ്ലാന്റ് പോട്ടിൽ വെച്ചപ്പോൾ തന്നെ ആ ചെടീന്റെ ലുക്കും പിന്നെ ആ വെച്ച ഭാഗത്തിന്റെ ആ ലുക്കൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി TV സ്റ്റാൻഡിന്റെ ഈ ഒരു സൈഡിലായിട്ട് ചെടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് ഐക്യെന്നാണ്. ഒരുപാടായിട്ടോ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നത്. എപ്പോൾ ഐക്യ പോയാലും ഈ ഒരു സ്റ്റാൻഡ് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ട് അങ്ങനെ വരില്ല.
എന്തായാലും അതിന്റെ മുകളിലും ചെടിയൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാ സോഫന്റെ സൈഡിലൊക്കെ മക്കള് മിക്സ്ചറും ബിസ്ക്കറ്റൊക്കെ തിന്ന പൊടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വാക്യൂം ചെയ്തെടുക്കാണ്. അപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ സോഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. ഈ ഒരു വാക്യൂം ക്ലീനർ നമുക്ക് സോഫയും ക്ലീൻ ആക്കാം, അതുപോലെ താഴെ കാർപ്പറ്റ് അങ്ങനെ ഫ്ലോറൊക്കെ ക്ലീൻ ആക്കാം. പിന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. എന്താ പറയാ, വയർലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എങ്ങനെയും കൊണ്ട് നടക്കാം കേട്ടോ. ഇനി ഇതാ ഈ കാർപ്പറ്റും ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചെടി നന്നാക്കിയപ്പം ആ ഒരു പൊടിയൊക്കെ ഇവിടെ വീണിട്ടുണ്ടായിനി. ഹോൾ റൂമിൽ ഈ ഒരു ചെടി സ്റ്റാൻഡും പിന്നെ ആ ഒരു പ്ലാൻ പോട്ടും വന്നപ്പം തന്നെ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താ പറയാ, ആ ഒരു ഭാഗത്തിന്റെ മൊത്തം ലുക്ക് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മളെ വീട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതിന് ഈ കിച്ചൺ ആയാലും ഹോൾ റൂം ആയാലും ബെഡ്റൂം ആയാലും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ നമ്മളെ ഒരു വീടിന്റെ ലുക്ക് കാണുക. നമ്മളിവിടെ കർട്ടൻ വെച്ചിട്ടില്ല, അപ്പൊ ആ ഒരു ഭംഗിക്കുറവ് ഈ ഒരു ഹോൾ റൂമിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു കർട്ടനും കൂടെ വന്നാല് നല്ല അടിപൊളി ലുക്കാവും. ഹോം ടൂർ ചെയ്യുമെന്നുള്ളത് ആരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിനി. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിനി കേട്ടോ ഹോം ടൂർ. ഇൻഷാല്ലാ ഞാൻ ലോങ് വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ രാത്രിയായപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിനി. ജഹ്റയിലുള്ള മുത്തലാ മാളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോഴേ ആദ്യം തന്നെ എൻ്റെ കണ്ണു പോയത് ഈ ഒരു ഷോപ്പിക്കാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞാൻ കുറച്ചു നേരമൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നടന്ന് അങ്ങനെ കണ്ട്. ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനമൊക്കെ ഞാൻ വാങ്ങിക്കും കേട്ടോ. വെറുതെ കാണാൻ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരുന്ന ആളാണ് കേട്ടോ ഞാൻ. ഇത്ര വാങ്ങണ്ടെന്ന് മനസ്സ് വിചാരിച്ചാലും കൈ അങ്ങോട്ട് സമ്മതിക്കില്ലടോ. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇതൊക്കെ കാണുമ്പോ ആരാലേ വാങ്ങാതൊക്കെ. എന്തായാലും എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ പാത്രങ്ങളുടെ ഷോപ്പിൽ കയറുന്ന ഏരിയയാണ് കേട്ടോ സോയി പ്ലേ ഏരിയയിൽ കയറുന്നത്. നമ്മളൊരുവിധം കാണിക്കാതൊക്കെ കൊണ്ടുവന്നതേനി, പക്ഷെ മൂപ്പര് ഇങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് കാണും കേട്ടോ. പിന്നെ അവിടെ കുറച്ചു നേരമൊക്കെ കളിച്ച് അത് കഴിഞ്ഞിട്ട് ഒരുവിധം സോപ്പിട്ടിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതാ നമ്മള് കുക്കിംഗ് കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിനി. സോയിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് നമ്മള് കളിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് കൊണ്ടുവന്നില്ലേ, അത് ചെക്കൻക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഇവിടെ ഇതാ വാട്ടർ ഫൗണ്ടൈനൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. തണുപ്പത്ത് ഇവിടെ വന്നാല് നടക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാവും. ഇപ്പൊ നല്ല ചൂടാണ്, പുറത്ത് നടക്കാനേ പറ്റൂല കേട്ടോ. ഇനി ഇതാ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.